നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ദിരാഭവനിൽ മന്ത്രവാദം, കൂടോത്രത്തിൽ കുടുങ്ങിയ കെ സുധാകരന്റെ കസേര തെറിക്കും. പ്രസിഡന്റാകാൻ അരഡസൻ സ്ഥാനമോഹികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ വിജയത്തിന്റെ തുടർച്ചയെന്നോണം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വയനാട് ബത്തേരിയിൽ 2 ദിവസം നേതൃത്വ ക്യാമ്പ് പാർട്ടി നടത്തിയെങ്കിലും ക്യാമ്പ് അവസാനിച്ചത് നേതാക്കന്മാർ തമ്മിലുള്ള ഗ്രൂപ്പ് കളികൾക്കും പോരിനും കൂടുതൽ ശക്തി പകർന്നുകൊണ്ടാണ്. KPCC പ്രസിഡന്റായ കെ സുധാകരൻ മുൻകൈയെടുത്താണ് ബത്തേരിയിൽ നേതാക്കന്മാരുടെ 2 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സംഘാടകനായ പ്രസിഡന്റിനെതിരെ മറ്റു നേതാക്കൾ ഒരുമിച്ച് പടയൊരുക്കം നടത്താനുള്ള വേദിയായി ക്യാമ്പ് മാറി. കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ സുധാകരൻ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ KPCC പ്രസിഡന്റ് പദവിയിലെ അഴിച്ചുപണി സംബന്ധിച്ച ചർച്ചകൾ കെട്ടടങ്ങിയതാണ്. എന്നാൽ പൊടുന്നനെ വന്നു വീണ കൂടോത്ര വിവാദം സുധാകരനെ മുൾമുനയിൽ നിർത്തുന്ന സാഹചര്യമുണ്ടാക്കി. കണ്ണൂരിലെ സുധാകരന്റെ വീട്ടു പരിസരത്ത് നിന്ന് കൂടോത്ര വസ്തുക്കൾ കണ്ടെത്തിയതാണ് വിവാദത്തിന് കാരണം. മണ്ണിൽ നിന്നും കുഴിച്ചെടുത്ത കൂടോത്ര സാമഗ്രികൾ ഒരു നേതാവ് മൊബൈലിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ വിട്ടതാണ് വലിയ പ്രശ്നമാകാൻ കാരണമായത്. മാത്രവുമല്ല, പിന്നാലെ വന്ന ചർച്ചകളിലും മറ്റും സുധാകരൻ ഇത് സമ്മതിക്കുകയും തന്റെ ജീവൻ അവശേഷിച്ചത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് പറയുകയും ചെയ്തിരുന്നു. ഇതും വലിയ വിവാദമായി. കൂടോത്രം സംബന്ധിച്ച വിവാദങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും തിളച്ചു മറിയുമ്പോഴാണ് വയനാട് ക്യാമ്പ് വന്നത്. ക്യാമ്പിൽ പ്രതിപക്ഷ നേതാവ് സതീശൻ സുധാകരനെ ക്രൂരമായി ആക്ഷേപിക്കുന്ന സാഹചര്യവും ഉണ്ടായി. സുധാകരന്റെ വീട്ടിൽ മാത്രമല്ല, കോൺഗ്രസ് പ്രവർത്തകരുടെ ആസ്ഥാനവും പരിപാവനവുമായ തിരുവനന്തപുരത്തെ ഇന്ദിരാഭവനിൽ വരെ മന്ത്രവാദവും മറ്റും നടന്നതായി തെളിഞ്ഞിട്ടുണ്ടെന്ന് സതീശൻ കൂടി പ്രസ്താവിച്ചതോടെ പ്രശ്നം വളരെ ഗൗരവമുള്ളതായി. കോൺഗ്രസ് പ്രവർത്തകരുടെ ആസ്ഥാനമായ ഇന്ദിരാഭവനിലേക്ക് തലയിൽ മുണ്ടിട്ട് കയറി ചെല്ലേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് എന്നും സതീശൻ പരിഹസിച്ചു. സതീശന്റെ പ്രസംഗത്തെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം പിന്നീട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. കോൺഗ്രസ് പാർട്ടിയുടെ സംസ്കാരത്തിനും പരിശുദ്ധിക്കും കളങ്കമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് സുധാകരൻ നടത്തിയതെന്ന് നേതാക്കൾ തുറന്നടിച്ചു. സുധാകരനെതിരെ സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിലെ പഴയ ഗ്രൂപ്പുകാർ നീങ്ങാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. എന്നാൽ വയനാട് ക്യാമ്പിൽ ഈ പറയുന്ന ഗ്രൂപ്പ് നേതാക്കൾക്കൊപ്പം ഗ്രൂപ്പുകാരും സുധാകരനെതിരെ അണിനിരന്നപ്പോൾ സുധാകരനെ സംരക്ഷിച്ചിരുന്ന പാർട്ടിയുടെ ഹൈക്കമാൻഡ് പോലും വിഷമത്തിലാവുന്ന സ്ഥിതി വന്നു. ക്യാമ്പിൽ കേരളത്തിന്റെ ചുമതലയുള്ള AICC പ്രതിനിധിയും സെക്രട്ടറിയുമായ KC വേണുഗോപാലും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയ സാഹചര്യത്തിൽ കുറച്ചു കാലം കൂടി സുധാകരൻ പ്രസിഡന്റ് പദവിയിൽ തുടരട്ടെ എന്ന നിലപാടായിരുന്നു ഹൈക്കമാൻഡിന് ഉണ്ടായത്. എന്നാൽ ഈ പുതിയ സംഭവങ്ങൾ ഹൈക്കമാൻഡിനെ സുധാകരനെതിരെ ചിന്തിക്കുന്നതിന് വഴിയൊരുക്കും എന്ന കാര്യത്തിൽ തർക്കമേതുമില്ല. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ ശക്തി തെളിയിക്കുവാൻ പാർട്ടിയിലെ മറ്റ് ഘടകങ്ങൾ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കാനാണ് യഥാർത്ഥത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഈ ക്യാമ്പ് അവസാനിച്ചപ്പോൾ എന്താണോ ലക്ഷ്യമിട്ടത് അതെല്ലാം മാറി മറ്റു കാര്യങ്ങളിലേക്ക് ചർച്ചകൾ നീങ്ങി എന്നതാണ് വാസ്തവം. പാർട്ടിയുടെ ശക്തി കേന്ദ്രമെന്ന് പറയാവുന്ന മണ്ഡലം കമ്മിറ്റികളിലും വാർഡ് കമ്മിറ്റികളിലും പ്രവർത്തന സജ്ജമായ കമ്മിറ്റികൾ ഉണ്ടാക്കണം എന്ന ആലോചന വന്നെങ്കിലും എങ്ങനെ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായില്ല. മണ്ഡലം കമ്മിറ്റി പുനഃസംഘടനയിൽ പ്രസിഡന്റായ സുധാകരൻ സ്വന്തക്കാരെ മാത്രം തിരികെ കയറ്റി എന്ന പരാതി നേരത്തെ മുതലുള്ളതാണ്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് MM ഹസനെ താൽക്കാലിക പ്രസിഡന്റായി നിയമിച്ചപ്പോൾ അദ്ദേഹം കൈക്കൊണ്ട എല്ലാ തീരുമാനങ്ങളും തിരികെ പ്രസിഡന്റ് പദവിയിലെത്തിയ സുധാകരൻ റദ്ദ് ചെയ്തതും പുതിയ തർക്കങ്ങൾക്ക് വഴിയൊരുക്കി. ഹിന്ദുമത വിഭാഗത്തിലെ ഈഴവ അല്ലെങ്കിൽ തീയ സമുദായത്തിൽപ്പെട്ട ആളാണ് പ്രസിഡന്റായ കെ സുധാകരൻ. സുധാകരനെ പദവിയിൽ നിന്നും മാറ്റിയാൽ ഈ സമുദായത്തിൽപ്പെട്ട മറ്റൊരാളെ പ്രസിഡന്റ് ആക്കേണ്ടി വരും. ഈഴവ സമുദായത്തിൽ പൊതുസമ്മതനായ ഒരാളില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. എന്നാൽ ഈ അവസരം മുതലെടുത്ത് KPCC പ്രസിഡന്റ് കസേര കൈയടക്കാൻ 1/2 ഡസനോളം കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം ചരടുവലി നടത്തിക്കഴിഞ്ഞു. മുതിർന്ന നേതാക്കൾക്കാണ് ഈ പദവിയിലേക്ക് അവസരം ഉണ്ടാവുക. കേരളത്തിലെ പാർലമെന്റ് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വന്ന മുതിർന്ന നേതാക്കൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നതിന് ഹൈക്കമാൻഡിന് പിന്നാലെ നടക്കുകയാണ്. നന്ദി, നമസ്കാരം.